പ്രൈസ് എങ്ങനെയാണ്? 1 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു അടിപൊളി വാഗനാർ. 3 രൂപ വരെ ലോൺ കിട്ടുന്നു. 3 വരെ ലോൺ കിട്ടൂല്ലേ? അപ്പോൾ 50,000 ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. ഓക്കെ, വില കുറവിൽ കുറച്ച് കാർസ് നമുക്ക് പരിചയപ്പെട്ടല്ലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പെരിങ്ങാവ് ജംഗ്ഷൻ ന്യൂ ക്വാളിറ്റി യൂസ് കാർസിലാണ്. സോ ഇവിടെ കുറച്ചധികം കാർസ് അവൈലബിൾ ആണ്. സോ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. സോ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമൊക്കെ കാണാൻ വെച്ചാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമ്മുടെ കാർസിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം രാജുവേട്ടനാണ്. രാജുവേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, നമ്മൾ കുറെ ദിവസമായില്ലേ നമ്മുടെ വീഡിയോ ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് ഏത് കാറിൽ നിന്ന് തുടങ്ങാം? ആദ്യം ഡസ്റ്ററിൽ നിന്ന് തുടങ്ങാം. ഡസ്റ്ററിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഓക്കെ, ഡസ്റ്റർ എങ്ങനെ വരുന്ന ഡീറ്റെയിൽസ്? 2013 വണ്ടിയാണ്. 2013 സെക്കൻഡ് ഓണർ. ഓക്കെ, 1.31 ഓടിയുണ്ട്. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇപ്പൊ എന്റെ കറക്റ്റ് ചെയ്ത് തരും. കറക്റ്റ് ചെയ്ത് തരും അല്ലേ? ഈ പ്ലാസ്റ്റിക് ഭാഗം മാത്രമേ ഉള്ളൂ, മെറ്റീരിയലൊന്നും ഇല്ല. അത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, വണ്ടി ലാസ്റ്റ് പോളിഷ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. പോളിഷ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി കൊടുക്കാം. നിങ്ങൾ സർവീസ് ചെയ്തിട്ടാണോ വണ്ടി ഇവിടെ നിർത്തിയിരിക്കണേ? നമ്മൾ ഒരുവിധമൊക്കെ സർവീസ് ചെയ്യും. വണ്ടികൾ സമയമില്ലാത്തവരും ചെയ്യാറില്ല. മിക്കത് വണ്ടികൾ ഒരു 80% സർവീസ് ചെയ്തിട്ട് തന്നെ ഇടുക. ഓക്കെ, വണ്ടി ടയറും കണ്ടീഷനൊക്കെ ഉണ്ട്. ഓക്കെ, വണ്ടിയുടെ ഇന്റീരിയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നീറ്റായിട്ടുള്ളൊരു ഇന്റീരിയർ ആണ്. അപ്പോൾസറീസും നല്ല നീറ്റ് തന്നെയാണ്. വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആകെ കൂടെ ഉള്ളൊരു പ്രശ്നം ആ സൈഡിലുള്ള ഡെന്റ് മാത്രമാണ്. ഇത് ഈ ബമ്പർ ഡെന്റ് അല്ല, ഒരു ബമ്പർ അവരെ മതിൽ മറിഞ്ഞിട്ടായിട്ടുള്ള. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് തരും അല്ലേ? കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 420 ചോദിക്കുന്നത്. ഇത് 85 ആണോ 110 ആണോ? 110 ആണല്ലേ? കുറച്ചും കൂടി പെർഫോമൻസ് ഉള്ള വണ്ടി. നല്ല പെർഫോമൻസ്. നമുക്ക് ആസ്കിംഗ് പ്രൈസ് 420. നമുക്കിത് ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫിനാൻസ് ഒരു 3 രൂപയുടെ അടുത്തൊക്കെ ഫിനാൻസ് ചെയ്യും. 3 രൂപ അടുത്ത് ഫിനാൻസ് കിട്ടും. അപ്പോ നമുക്കൊരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് നമുക്ക് എടുക്കാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഒരു കൊറോള ഉണ്ട് അല്ലേ? കൊറോള പെട്രോളാ. പെട്രോള് വിത്ത് CNG ഉള്ള വണ്ടിയാണ്. ഓക്കെ, CNG ഉണ്ടല്ലേ? 2011 വണ്ടിയാണ്. റീ വണ്ടിയാണ്. ഓക്കെ, ഇത് ഓട്ടം കുറവാണ് ഓടിയിട്ടുള്ളൂ. ഓട്ടം 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, വണ്ടി ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്. എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പോൾ സർവീസും നല്ല നീറ്റ് തന്നെയാണ്. വേറെ സ്ക്രാച്ചസും കംപ്ലൈന്റ്സും ഒന്നുമില്ല. വേറെ ഒന്നും. CNG ഉണ്ട്. മൈലേജ് ഉണ്ടാവും. മൈലേജ് ഒരു 25-26 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. 25-26 മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ, ബുക്കിൽ എൻ്റർ ചെയ്തിട്ടുള്ള. അപ്പൊ നമുക്കിത് എത്രക്ക് കൊടുക്കാൻ പറ്റും? ഇവര് ചോദിക്കുന്ന വില 420 ആണ്. 420. ഓക്കെ, നെഗോഷ്യബിൾ ആണ്. ഫിനാൻസും കിട്ടൂല. ഓക്കെ, നമുക്ക് എത്ര വരെ ഫിനാൻസ് ഇത് കയറും? ഇതിനൊരു 2-2.5 ഉള്ളിൽ 2-2.5 വരെ നമുക്ക് ഫിനാൻസ് കയറൂല്ലേ? ഓക്കെ, നൈസ്. നെക്സ്റ്റ് നമുക്ക് ക്വാളിസ്. 2003 വണ്ടിയാണ്. ടാക്സിയിലാണ് നിൽക്കുന്നത്. ഇതില് AC പവർ സ്റ്റിയറിംഗ് ഇല്ല. നോർമൽ സ്റ്റിയറിംഗ് ആണല്ലേ? AC സെൻട്രൽ AC ലോക്ക്. ഓക്കെ, മാത്രമേ ഉള്ളൂ. ഓക്കെ, വണ്ടി നീറ്റാണ്. ഇന്റീരിയർ കഴിച്ചിട്ടുള്ള വണ്ടിയാണ്. കമ്പനിന്ന് പണിയും കഴിച്ചിട്ടുണ്ട്. തുരുമ്പ് ഉണ്ടാവില്ല. ബോഡി ഇറക്കി പണിതിട്ടുള്ള വണ്ടി. ബോഡി ഇറക്കിയിട്ട് ഫുൾ പണി എടുത്തിരിക്കുകയാണല്ലേ? വണ്ടി. ഓക്കെ, സെൻട്രലൈസ്ഡ് AC വരുന്ന ഒരു ഏതാണ്ട് 1 രൂപയുടെ അടുത്ത് പണി ചെയ്തിട്ടുണ്ട് അല്ലേ? ടയറൊക്കെ പുതിയതാണ്. 4 ടയർ പുതിയത്. ഓക്കെ, അതായത് വണ്ടി കാണുമ്പോ നീറ്റാണ്. പുതിയ വണ്ടി പോലെ ഉണ്ട്. റീപെയിന്റഡ് വണ്ടിയാണോ? റീപെയിന്റ് അല്ലേ, ഈ സൈഡ് ഇത് മാത്രമേ അടിച്ചിട്ടുള്ളൂ. താഴത്തെ ബമ്പറും ഇതൊക്കെ ചെയ്തിട്ട് ഗോൾഡൻ കളർ ഒറിജിനൽ കളർ തന്നെയാണല്ലേ? ഓക്കെ, നൈസ്. അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എങ്ങനെയാണ് നമുക്ക് ചോദിക്കുന്നത്? 260 ചോദിക്കുന്നത്. 260 അല്ലേ? ഓക്കെ, പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പ്രൈസ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഫിനാൻസ് കയറില്ലല്ലോ? ഇതിൽ ഫിനാൻസ് കിട്ടില്ല. പഴയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഫിനാൻസ് കിട്ടാൻ ചാൻസ് കുറവല്ലേ ഉള്ളൂ. ബട്ട് പ്രൈസിൽ എന്തെങ്കിലും നിങ്ങൾ? പ്രൈസിന് നല്ല വ്യത്യാസം. ബാറ്ററി പുതിയത് വെച്ച് കൊടുക്കാം. ബാറ്ററി കുറച്ച് മോശമാണ്. ഓക്കെ, പുതിയ ബാറ്ററി വെച്ച് കൊടുക്കാം. ഓക്കെ, എത്ര വരെ ടെസ്റ്റ് ഉണ്ട്? അത് ഈ വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. 2025 ലാസ്റ്റ് വരെ. ഓക്കെ, നൈസ്. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാ. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ്. എഞ്ചിനൊക്കെ നല്ല കണ്ടീഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു അടിപൊളി ഒരു കിണ്ണം കാഴ്ച ബ്ലാക്ക് കളർ നല്ല ഷൈനിങ് ഉള്ള ഒരു സ്വിഫ്റ്റ് ആണ്. ഇതേതാ മോഡല്? സ്വിഫ്റ്റ് ഇത് 2013 വണ്ടിയാ. 2013 VDI ഡീസൽ ആണല്ലോ? ഡീസൽ. ഓക്കെ, ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾക്ക് കാണിച്ചു തരാം. കമ്പനി സെറ്റ് ZDയുടെ സെറ്റാണ് കയറ്റിയിരിക്കുന്നത്. വണ്ടി അപ്പോൾസറീസ് ഒക്കെ നല്ല നീറ്റാണ്. ഓക്കെ,
VDA ആണ്, പക്ഷേ ZDA യുടെ സെറ്റ് കയറ്റിയിട്ടുണ്ട് അല്ലേ? ആ ഓക്കെ. ഇതിന് നമുക്ക് 2 ടയർ ഫ്രണ്ടിൽ 2 പുതിയത് ഇട്ട് കൊടുക്കും. പുതിയത് ഇട്ട് കൊടുക്കും അല്ലേ? ഓക്കെ. ഷേപ്പ് ഔട്ട് ആയിട്ടുള്ള ടയറൊക്കെ എടുക്കണത്. ഓക്കെ. ഇപ്പൊ ഉള്ളിൽ ടയർ ഇട്ട് കൊടുക്കും. പിന്നെ ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കുകയാണ്, ഇൻഷുറൻസ് പുതിയത് എടുത്ത് കൊടുക്കും അല്ലേ? ഓക്കെ. നമ്മൾ 3.5 രൂപയാണ് വില ഉദ്ദേശിക്കുന്നത്. 3.5 2013 അല്ലേ? 13. നമുക്ക് 3 രൂപ വരെ ലോൺ കിട്ടും. 3 രൂപ വരെ ലോൺ കിട്ടില്ല. 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. സ്വിഫ്റ്റ്. ഓക്കെ. വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. അതെ, ആക്സിഡന്റ് ഹിസ്റ്ററീസും ഇല്ല അല്ലേ? എത്രാമത്തെ ഓണറിലാണ് കിടക്കണേ? സെക്കൻഡ് ഓണർ അല്ലേ? കുഴപ്പമില്ല, നല്ലൊരു ഡീലാണ്. നല്ല വണ്ടിയാണ്. 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഹെഡ്ലൈറ്റ്സ് ഒക്കെ നല്ല ക്ലീൻ ആണ്. വേറെ സ്ക്രാച്ചസും ഡെൻസും അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വണ്ടി റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഹെഡ്ലൈറ്റ് 2 നിരച്ചാരണം പുതിയത് തട്ടിയിട്ടൊന്നല്ല. ഓക്കെ. പുതിയത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, നൈസ്. ആൻഡ് ഒരു വേഗനാർ അല്ലേ? വേഗണർ 2014 വണ്ടിയാണ്. സെക്കൻഡ് ഓണറിൽ നിൽക്കണം. ഓക്കെ. LXi. വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? വണ്ടി നീറ്റാണ്. എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റാണ്. അപ്പോൾസറീസും നല്ല നീറ്റാണ്. ടയർ 4 പുതിയതാണ്. ടയർസ് പുതിയതാണോ? പുതിയതാണ്. ഓക്കെ. ഇതിന്റെ ഓണറിൽ നിൽക്കണോ? ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 3.10 അല്ലേ? ഓക്കെ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് ഇത് എത്ര വരെ കിട്ടും? ഫിനാൻസ് നമുക്ക് 2.5 വരെ കിട്ടും. 2.5 വരെ. അപ്പൊ ഒരു 60,000 രൂപ നമുക്ക് വണ്ടി എടുക്കാം. ഓക്കെ, നൈസ്. എന്നാൽ അവിടെ കുറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട് അല്ലേ? അത് നമുക്ക് പരിചയപ്പെടാം. വീണ്ടും ഒരു വേഗനാർ ആണ്, ബട്ട് പഴയ വേഗനാർ അല്ലേ? ചെറിയൊരു വിലയുടെ ഒരു വേഗനാറാണ്. ഓക്കെ. 2006 വണ്ടിയാണ്. 2006. ടെസ്റ്റ് അടുത്ത വർഷം വരെ ഉള്ളൂ. ഓക്കെ. സെക്കൻഡ് ഓണറിൽ നിൽക്കണു. LXi ആണ്. LXi, അതായത് ബേസ് വേരിയന്റ്. ഓക്കെ. CNG ഇല്ലല്ലോ? CNG ഇല്ല. ഓക്കെ. ടയറുകളൊക്കെ നല്ല തന്നെ, ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ള. ഓക്കെ. ഇന്റീരിയർ നല്ല നീറ്റാണ്. അപ്പോൾസറീസും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ സ്ക്രാച്ചസും ഡെൻസും അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എങ്ങനെയാണ്? 1 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു അടിപൊളി വാഗനാർ. 2006 മോഡൽ. ഓക്കെ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. ഇത് ഇനിയും പ്രൈസ് കുറയോ? എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾ ചെയ്തു തരും അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ചും കൂടി എന്തെങ്കിലും കുറച്ച് തരും അല്ലേ? ഓക്കെ, നൈസ്. അപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വേഗനാറാണ്. അത്യാവശ്യം മൈലേജും ഉണ്ടാവും, പെർഫോമൻസും ഉണ്ടാവും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ആൻഡ് ഈക്കോ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 2017 വണ്ടിയാണ്. ഓക്കെ. AC ലാണ്. പവർ സ്റ്റിയറിംഗ് ഇതിൽ വരുന്നില്ലല്ലോ? വരില്ല. ഈ ഈക്കോയിലും ഒമിനിയിലും വരുന്നില്ല. ഇതിൽ AC നോൺ AC അങ്ങനെ 2 വരുള്ളൂ. AC ആണ്, 5 സീറ്റ് ആണ്. ഓക്കെ. സെക്കൻഡ് ഓണറിൽ നിൽക്കണം. 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 69 ഓടിയിട്ടുള്ളൂ. ഓക്കെ. പെട്രോൾ വണ്ടി. കവർ ഇൻഷുറൻസ് ഉണ്ട്. AC വരുന്നുണ്ട്. സെറ്റ് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. 5 സീറ്റർ ആണ്. ബാക്കിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. കമേഴ്ഷ്യൽ യൂസിനൊക്കെ നമുക്ക് പുതിയ ടയറുകളാണ്. ഓക്കെ. 4 പുതിയ ടയർസ് ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഓക്കെ. കമേഴ്ഷ്യൽ യൂസിനാണെങ്കിലും ഹൗസ് യൂസിനാണെങ്കിലും നമുക്ക് ഫാമിലി യൂസിനാണെങ്കിലും സുഖമായിട്ട് നമുക്കിത് കൊണ്ടു നടക്കാം. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? ഇത് ഉദ്ദേശിക്കുന്ന വില 3.50 ആണ്. 3.50 അല്ലേ? ഓക്കെ. 3,50,000 രൂപയാണ് ഇതിന്റെ വില. 3 രൂപ വരെ ലോൺ കിട്ടുന്നു. 3 വരെ ലോൺ കിട്ടും അല്ലേ? അപ്പൊ 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. ഓക്കെ. പിന്നെ അടുത്തത് ചെവർലയുടെ ഒരു ടവേര ഡീസൽ. ടവേര ടാക്സിയാണ്. 2006 മോഡൽ. 2006 അല്ലേ? ഓക്കെ. ഇതിൽ AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. ഓക്കെ. വണ്ടി നല്ല നീറ്റാണ്. ഇന്റീരിയർ കുഴപ്പമില്ലാത്തൊരു ഇന്റീരിയറാണ്. ഒരു 7 സീറ്റർ വെഹിക്കിൾ. 7 സീറ്റ്. ഇത് സെക്കൻഡ് ഓണറാണ്. ടയറൊക്കെ പുതിയത്. ഓക്കെ. വണ്ടി കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണോ? ഇത് ടെസ്റ്റ് കഴിഞ്ഞാണ്. ടെസ്റ്റ് ഇനി എത്ര വരെ പേപ്പർ ഉണ്ട്? അടുത്ത വർഷം ടെസ്റ്റ് വരും. അടുത്ത വർഷം 2026 ടെസ്റ്റ് വരുന്നത്. ഓക്കെ. വണ്ടി വേറെ സ്ക്രാച്ചസും, അതായത് ഒരുപാട് കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണല്ലേ? നോർമൽ പ്രശ്നമില്ലാത്ത വണ്ടിയാണ്. ആക്സിഡന്റ് ഒന്നും ഇല്ല. ഓക്കെ. അപ്പൊ നമുക്കിത് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഉദ്ദേശിക്കുന്ന വില 2 രൂപയാണ്. 2 ലക്ഷം. ഓക്കെ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. എന്തായാലും ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ? ഫിനാൻസ് കിട്ടില്ല. അപ്പോൾ ഫിനാൻസ് കിട്ടില്ല, പക്ഷേ 2 ലക്ഷം രൂപയ്ക്ക് ഒരു മുതലാണ്. ഇതിന്റെ ബാറ്ററി കുറച്ച് പഴക്കമുണ്ട്. ബാറ്ററി നമ്മൾ പുതിയത് വെച്ച് തരും അല്ലേ? ഓക്കെ. വേറെ ചെറിയ ചെറിയ കംപ്ലൈൻസ് ഒക്കെ നിങ്ങൾ സർവീസ് ചെയ്ത് തരും? ചെയ്ത് തരും. ഓക്കെ. ഫൈൻ.
അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് അധികം വെഹിക്കിൾസ് ഉണ്ട്. ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. നമുക്ക് പാർട്ട് 2 വീഡിയോ എന്തായാലും ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.